Hello, welcome back to my channel. You're watching Anecdotes and this is Aisha. If you're here for the first time, please don't forget to subscribe. അപ്പോൾ ഇന്ന് റിയൽ ടോക്സ് കാറ്റഗറിയിലുള്ള ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്നത്തെ ടോപ്പിക് ഓഫ് ഡിസ്കഷൻ ഭയങ്കര റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു സാധനമായിരിക്കും. ഞാൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് കോറയിൽ ഇങ്ങനെ കയറി ഇറങ്ങുമ്പോഴത്തേക്കും എനിക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് കിട്ടുന്ന അല്ലെങ്കിൽ കൂടുതൽ വായിക്കാൻ കിട്ടുന്ന സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ റിലേഷൻഷിപ്പ് കൈൻഡ് ഓഫ് തിങ്സ് ആണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി കുറേ ആളുകൾ ഈ ഒരു റിലേഷൻഷിപ്പ് സാധനത്തിൽ പെട്ട് അല്ലെങ്കിൽ ഭയങ്കര കഷ്ടപ്പെട്ട് കിടക്കുന്നുണ്ടെന്ന് മനസ്സിലായി. അപ്പം മെയിൻലി ആളുകൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഈ പലർക്കും പലരെയും മനസ്സിലാക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പം വാട്ട് വാസ് ഇറ്റ് സീരിയസ്ലി അങ്ങനൊരു ഫീലിംഗ് ഒക്കെ എല്ലാവർക്കും കിട്ടുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇപ്പോഴത്തെ കാലത്ത് കൂടുതൽ ആൾക്കാരും എസ്പെഷ്യലി സീരിയസ് ആയിട്ട് കല്യാണം കഴിക്കാൻ അല്ലെങ്കിൽ ഭയങ്കര സീരിയസ് ആയിട്ടൊരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കുന്ന ആൾക്കാർ പരിചയപ്പെടുന്നത് ബേസിക്കലി നാർസിസിസ്റ്റിക് ആയിട്ടുള്ള ആളുകളെയാണ്. അപ്പം ഇവർക്ക് ഭയങ്കര ഷോക്കായി പോവാണ് ഇത് അവർ വിചാരിക്കാത്ത ഒരു പോയിന്റിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോഴത്തേക്കും. അപ്പം സോ ദിസ് വീഡിയോ ഈസ് ഓൾ അബൌട്ട് ദാറ്റ്. അപ്പോൾ ഈ നാർസിസിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെ ലൈഫിലേക്ക് കയറി വരുമ്പോൾ നമുക്കിതിനെപ്പറ്റി ഒരു ധാരണയും ഇല്ലെങ്കിൽ അവരെ മനസ്സിലാക്കാൻ പറ്റില്ല. അയ്യോ എന്ത് നല്ല മനുഷ്യരാണ്, ഇത്രയും നല്ല മനുഷ്യരെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ നമ്മൾ വിചാരിക്കും. ബിക്കോസ് നമുക്ക് ഇങ്ങനൊരു സാധനം അവിടെ ഉണ്ടെന്ന് അറിയില്ലല്ലോ. അപ്പം എന്നോട് കുറേ പേര് പറഞ്ഞ കഥകളിൽ നിന്നും പിന്നെ കുറേ പേരുടെ എക്സ്പീരിയൻസിൽ നിന്നും ഒക്കെയാണ് ഞാൻ ആക്ച്വലി ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയുള്ള ആൾക്കാർ ആക്ച്വലി സെൽഫ് സെൻറ്റേർഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവരായിരിക്കും ഭയങ്കര സംഭവം, അവരെന്തോ ഭയങ്കര വലിയ സംഭവമാണെന്നുള്ള വിചാരമായിരിക്കും അവർ, ഭയങ്കര സെൽഫ് സെൻറ്റേർഡ് ആയിട്ടുള്ള ആൾക്കാർ. പിന്നെ ഇവർക്ക് തീരെ എമ്പതി ഒന്നും കാണില്ല. സോ ഇവർക്ക് നമ്മൾ പറയുന്നത് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ ഇമോഷൻസ് ഫീൽ ചെയ്യാനോ അങ്ങനെയൊന്നും കഴിവുണ്ടായിരിക്കില്ല. പിന്നെ ഇവർക്ക് എപ്പോഴും അഡ്മിറേഷൻ വേണം, ഇവരെപ്പോഴും പൊക്കി പിടിച്ചുകൊണ്ട് നമ്മളിരിക്കണം. ലൈക്ക് കോൺസ്റ്റൻ്റ്ലി നമ്മൾ വാവ് യു ആർ സോ ഗുഡ്, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തത് ഭയങ്കര അടിപൊളി കാര്യമാണ്, അങ്ങനെ നമ്മളെപ്പോഴും പ്രൈസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഇവർക്ക് ഭയങ്കര സന്തോഷമാണ്. പിന്നെ എക്സ്പ്ലോറ്റേറ്റീവ്നെസ്, നമ്മൾ അവർ മാക്സിമം എക്സ്പ്ലോയിറ്റ് ചെയ്യും, ലൈക്ക് യൂസ് ചെയ്യും. അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവർ ഭയങ്കര നൈസായിട്ട് നമ്മളെ അതിലേക്ക് ഇൻവോൾവ് ചെയ്യിച്ച് അവർക്ക് വേണ്ടി നമ്മളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കും. പിന്നെ അവരുടെ സെൽഫ് എസ്റ്റീം എന്ന് പറയുന്നത് ഭയങ്കര ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. അവർക്ക് നമ്മൾ കാണുമ്പോഴത്തേക്ക് അവർ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്, പക്ഷേ ആ കോൺഫിഡൻസിനെ അല്ലെങ്കിൽ അവരുടെ കഴിവിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സാധനങ്ങളെ ഫേസ് ചെയ്യാൻ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ദേ ആർ വെരി സെൻസിറ്റീവ് ടു ക്രിറ്റിസിസം ആക്ച്വലി. അവർക്ക് നമ്മൾ അവരെ എന്തെങ്കിലും കുറ്റം പറഞ്ഞാലോ അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് അങ്ങനെ പ്രൈസ് ചെയ്തുകൊണ്ടിരുന്ന ഇതിൽ നിന്ന് ഓക്കെ വി ആർ ആസ്കിങ് ക്വസ്റ്റ്യൻസ്, ടു മച്ച് ക്വസ്റ്റ്യൻസ് ടു ദം, ലൈക്ക് അവർക്ക് തന്നെ അവർ ഡൗട്ട്ഫുൾ ആവുന്ന രീതിയിൽ അതൊന്നും അവർക്ക് ഒട്ടും സഹിക്കാൻ പറ്റത്തില്ല. ബിക്കോസ് അവരത്ര കോൺഫിഡൻ്റ് അല്ല. ആക്ച്വലി ദേ അപ്പിയർ ടു ബി കോൺഫിഡൻറ്റ്, പക്ഷേ അത്ര കോൺഫിഡൻ്റ് ഒന്നും അല്ല. അപ്പോൾ ഇത്തരം ട്രേറ്റ്സ് ഉള്ള ഒരു മെജോറിറ്റി ആയിട്ടുള്ള ആൾക്കാർക്കും NPD എന്ന് പറയുന്ന സാധനമുണ്ട്, നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ. അത് നമുക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ധാരണ ഉണ്ടെങ്കിൽ ആക്ച്വലി തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. അതർവൈസ് വിൽ ഫീൽ ലൈക്ക് ഓ ഹീ ഈസ് സോ സ്വീറ്റ് അങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ പിന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നത് കുറേ ടൈം എടുക്കുമ്പോഴാണ്. ഒരു റിലേഷൻഷിപ്പ് കുറേ മുന്നോട്ട് പോകുമ്പോഴത്തേക്കുമാണ് ഇതിനെപ്പറ്റി നമുക്കൊരു ധാരണയാവുന്നത് ദിസ് വാസ് ഇറ്റ് എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് കുറേ റെഡ് ഫ്ലാഗ്സ് ഉണ്ട് ജനറലായിട്ട്. ആക്ച്വലി നമ്മളൊരു റിലേഷൻഷിപ്പിലേക്ക് കയറുമ്പോഴത്തേക്കും നമുക്ക് കുറേ റെഡ് ഫ്ലാഗ്സും ഗ്രീൻ ഫ്ലാഗ്സും ഒക്കെ ഉണ്ടാവണം എന്നതാണ് ഫാക്ട്. ആൻഡ് ഇത് ആദ്യമേ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. നമ്മൾ കുറേ പോയി കഴിയുമ്പം ഇത് എനിക്ക് റെഡ് ഫ്ലാഗ് ആയിരുന്നു എന്ന് പറയുമ്പോഴത്തേക്കും ദി അതർ പാർട്ടി മൈറ്റ് നോട്ട് ഫീൽ ഇറ്റ്. കാരണം അയാൾക്കത് ചിലപ്പം ഗ്രീൻ ഫ്ലാഗ് ആയിരിക്കാം, അല്ലെങ്കിൽ അയാൾക്കത് റെഡ് ഫ്ലാഗ് അല്ലായിരിക്കാം. നമ്മൾ ഭയങ്കര തെറ്റാണെന്ന് വിചാരിക്കുന്ന ഒരു സാധനം മറ്റേ ആൾക്ക് അങ്ങനെ ആവണം എന്നില്ല. നമ്മൾ ജനറലൈസ് ചെയ്യാൻ പാടില്ല ആക്ച്വലി. കാരണം ചില സാധനങ്ങൾ ആൾക്ക് ഭയങ്കര ഓക്കെ ആയിരിക്കും, പക്ഷെ നമുക്കൊട്ടും അത് നോർമലൈസ് ചെയ്യാൻ പറ്റാത്ത സാധനമായിരിക്കും. അപ്പോൾ നമ്മുടെ റിലേഷൻഷിപ്പ് കുറേ പോയി കഴിഞ്ഞിട്ട് നമ്മളിത് പറയാണ്, അയ്യോ ഇതെനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ, പക്ഷെ ഓൾറെഡി നമുക്ക് അയാളെ ഇഷ്ടമാവുകയും ചെയ്തു, പക്ഷെ അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനും പറ്റില്ലെങ്കിൽ ഓക്കെ ഹി വിൽ ഫീൽ ലൈക്ക് ഇത് നീ നേരത്തെ ചോദിച്ചില്ലല്ലോ, ചോദിക്കാത്തത് കൊണ്ടാണ് പറയാത്തത് എന്ന് ചിലപ്പോൾ അയാൾ പറയും. നമ്മൾ ചോദിക്കാത്തത് നമ്മുടെ ഭാഗത്തുള്ള തെറ്റാണ്, നമ്മൾ ഓർത്ത് കാണും നമുക്ക് തെറ്റായിട്ടുള്ള സാധനങ്ങൾ അയാൾക്കും തെറ്റാണെന്ന്. അപ്പോൾ അതൊരു വലിയ പ്രശ്നമാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു റിലേഷൻഷിപ്പിലേക്ക് കയറുന്നതിന് മുമ്പ് നിങ്ങളുടെ ഗ്രീൻ ഫ്ലാഗ്സ് എന്തൊക്കെയാണ്, റെഡ് ഫ്ലാഗ്സ് എന്തൊക്കെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളുടെ റെഡ് ഫ്ലാഗ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ അറ്റ് ഫസ്റ്റ് ഭയങ്കര ലവ് ബോംബിങ് ആയിരിക്കും ആക്ച്വലി ഇവർ. ലവ് ബോംബിംഗ് എന്ന് പറയുമ്പം
ഫസ്റ്റ് ഭയങ്കര സ്നേഹമാണ് ഇവരിങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും ഇവർ ആദ്യത്തെ ഒരു മാസം എന്നൊക്കെ പറയാം. ലൈക്ക് ഇവരിങ്ങോട്ട് ഭയങ്കരമായിട്ട് മെസ്സേജ് അയക്കും, കുറേ മറ്റേ സ്വീറ്റ് ഷുഗർ കോട്ടഡ് സാധനങ്ങൾ നമ്മളോട് പറയും. ആൻഡ് ഇവർ നമ്മളെ ഫീൽ ചെയ്യും ലൈക്ക് സോ മച്ച്, നമ്മളെ ഭയങ്കര ഇഷ്ടമാണ് ഇവർക്ക്, നമ്മളില്ലാതെ ഇവർക്ക് ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരിങ്ങനെ സ്വീറ്റ്നെസ് വാരിക്കോരി തന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതാണ് ലവ് ബോംബിംഗ് എന്ന് പറയുന്ന സാധനം. പിന്നെ കോൺസ്റ്റൻറ്റ് വാലിഡേഷൻ അവർക്ക് വേണം. നമ്മളെപ്പോഴും അവരെ പൊക്കിക്കൊണ്ടിരിക്കണം, നേരത്തെ പറഞ്ഞ പോലെ അവരെ നമ്മൾ പ്രൈസ് ചെയ്യണം. അങ്ങനെയൊക്കെ ചെയ്തില്ലെങ്കിൽ അവർക്ക് എന്തോ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ കോൺസ്റ്റൻ്റ്ലി അവരെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അവർക്ക് ഒരു അറ്റൻഷൻ സീക്കിംഗ് പോലെ അവർക്കത് വേണം. അത് നമ്മൾ കൊടുത്തില്ലെങ്കിൽ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും. പിന്നെ ലാക്ക് ഓഫ് എംപതി, അവർക്ക് ഒട്ടും നമ്മുടെ ഫീലിങ്സ് മനസ്സിലാക്കാൻ പറ്റത്തില്ല. നമ്മൾ ചിലപ്പോൾ ഭയങ്കരമായിട്ട് ഹേർട്ട് ആവുമായിരിക്കും. അപ്പോൾ അവർക്കത് ആ ഒരു വിഷമോ അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര സന്തോഷം വരുമ്പോൾ അവർക്കത് ഫീൽ ചെയ്യാനോ അങ്ങനെയൊന്നും പറ്റത്തില്ല. അവർക്ക് ചിലപ്പോൾ അവരുടെ പ്രശ്നങ്ങൾ മാത്രമേ അവർക്ക് വലിയ പ്രശ്നങ്ങളായിട്ട് തോന്നുള്ളൂ. നമ്മളെന്തെങ്കിലും ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുമ്പോൾ അവർക്ക് അതിൽ അവരത് എഫക്റ്റഡ് ആവത്തേ ഇല്ല, അങ്ങനെ ഒരു സാധനം. പിന്നെ ഗ്യാസ് ലൈറ്റിംഗ്, ഇത് ആക്ച്വലി ഇപ്പോൾ റിലേഷൻഷിപ്പിലൊക്കെ ഉള്ള ആളുകൾക്കെല്ലാം കോമൺ ആയിട്ട് അറിയാവുന്ന ഒരു സാധനമാണ്. നമ്മളെ തന്നെ നമ്മളെ കൊണ്ട് സംശയിപ്പിക്കും, നമ്മളുടെ മെമ്മറി, നമ്മളുടെ ഫീലിങ്സ്, അങ്ങനെയൊക്കെ. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് നമ്മൾ തന്നെ വിചാരിക്കും, അയ്യോ അത് ഞാൻ അങ്ങനെ ചെയ്തത് കൊണ്ടായിരിക്കും, നമ്മുടെ പ്രശ്നം കൊണ്ടാണ് അത് വന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടേ ഇല്ല, ഇതൊക്കെ നമ്മുടെ തോന്നലാണ്, നമ്മൾ ഓവർ തിങ്ക് ചെയ്യുവാണ്, ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല, അങ്ങനെയൊക്കെ നമ്മളെ തന്നെ നമ്മളുടെ ഫീലിങ്സിനെ ഡൗട്ടാക്കുന്ന ഒരു രീതിയിലുള്ള ബിഹേവിയർ. പിന്നെ കൺട്രോൾ ആൻഡ് മാനിപ്പുലേഷൻ, ഇത് ഒട്ടുമിക്ക ആളുകൾ ഇന്നത്തെ കാലത്ത് ചെയ്യുന്ന പരിപാടിയാണ്. ആൻഡ് പല നല്ല നല്ല മനുഷ്യരും മാനിപ്പുലേറ്റഡ് ആവാറുമുണ്ട്. അവർ നമ്മുടെ തോട്ട്സിനെ കൺട്രോൾ ചെയ്യാൻ നോക്കും, അല്ലെങ്കിൽ നമ്മുടെ ഫീലിങ്സിനെ കൺട്രോൾ ചെയ്യാൻ നോക്കും, പിന്നെ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കും. ചില ആളുകൾ പെട്ടെന്ന് മാനിപ്പുലേറ്റഡ് ആവും. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കും, ഓ ഇങ്ങനെയാണോ കാര്യങ്ങൾ. പിന്നെ വേറൊരാൾ വന്നിട്ട് ഇങ്ങനെയല്ല കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ചിന്തിക്കും, ഇങ്ങനെയാണോ കാര്യങ്ങൾ. ആക്ച്വലി നമ്മൾ ഇൻ്റലക്ച്വലി ഇൻഡിപെൻഡൻ്റ് ആവാത്തതിൻ്റെ കുഴപ്പമാണത്. ബട്ട് സ്റ്റിൽ നമ്മൾ ബാക്കിയുള്ളവരെ കേൾക്കാനും, കുറച്ച് പാവമായിട്ടുള്ള ആളുകളൊക്കെ പെട്ടെന്ന് മാനിപ്പുലേറ്റഡ് ആവാറുണ്ട്. എന്നാൽ അവർ പറയുന്നതിലും കാര്യമുണ്ടാവും. ഇപ്പം ചിലപ്പോൾ നമുക്ക് അറിയായിരിക്കും നമ്മൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അവരാണ് തെറ്റ് ചെയ്തത്, പക്ഷെ അവർ വന്നിട്ട് പറയും ഇങ്ങനെയൊക്കെയാണ്, നമ്മൾ ഇങ്ങനെ ചെയ്തത് കൊണ്ടാണ്, അല്ലാതെ നമ്മൾ ഓവർ തിങ്ക് ചെയ്യുവാണ്, ശരിക്കും നമുക്കിടയിൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ പെട്ടെന്ന് മാനിപ്പുലേറ്റഡ് ആവും. ഓക്കെ, എന്നാൽ എൻ്റെ ഭാഗത്തായിരിക്കും തെറ്റ്, ഞാനായിരിക്കും പ്രശ്നം ഉണ്ടാക്കിയത്, ഞാൻ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യില്ലായിരുന്നു, അതുകൊണ്ടാണ് അയാൾ അങ്ങനെ ബിഹേവ് ചെയ്തത്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് കൺട്രോളും മാനിപ്പുലേറ്റും ഒക്കെ ചെയ്തെടുക്കും ചില ആളുകൾ. പിന്നെ ബ്ലെയിം ഷിഫ്റ്റിംഗ് എന്ന് പറയുന്ന പരിപാടി, നമ്മൾ ഒരു തെറ്റും ചെയ്തില്ലെങ്കിലും നമ്മളുടെ തലയിലെല്ലാം നമ്മളെ കൊണ്ട് തന്നെ ആക്കിപ്പിക്കും. ലൈക്ക് അവർ ചിലപ്പോൾ ഭയങ്കരമായിട്ട് മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടാകും, പക്ഷേ ദേ വോണ്ട് അഡ്മിറ്റ് ഇറ്റ്. അവർ ചെയ്തത് തെറ്റാണെന്ന് അവർ അക്സെപ്റ്റ് ചെയ്യില്ല. ആൻഡ് നമ്മളെ കൊണ്ട് ചിലപ്പോൾ പറയിപ്പിക്കും, നമ്മൾ അങ്ങനെ ചെയ്തതുകൊണ്ടാണ് അവരത് ചെയ്തത്. അപ്പം ബ്ലെയിം ഇനീഷ്യലി നമ്മളുടെ ഭാഗത്താണ്. ദേ ഡിഡ് നത്തിങ് റോങ്, അങ്ങനൊരു സംഭവം. പിന്നെ ഹോട്ട് ആൻഡ് കോൾഡ് ബിഹേവിയർ, ഞാൻ ആക്ച്വലി കല്യാണം കഴിക്കാൻ പരിചയപ്പെട്ട ഒട്ടുമിക്ക ആളുകൾക്കുമുള്ള സാധനമാണിത്. ഹോട്ട് ആൻഡ് കോൾഡ് ബിഹേവിയർ. ഒരു സമയത്ത് ഭയങ്കര സ്നേഹം, വേറെ സമയത്ത് ഭയങ്കര ദേഷ്യം. ഇന്നത്തെ ദിവസം അയാൾ നമ്മളെ വിശ്വസിപ്പിക്കും, അയാൾക്ക് നമ്മൾ ഭയങ്കര ഇഷ്ടമാണ്, നാളെ അയാൾ വന്നിട്ട് താൻ ആരാ, ആ ഒരു ആറ്റിറ്റ്യൂഡ്. അപ്പം ഇതെന്താ, ഞാൻ ഇന്നലെ കണ്ട ആളല്ലേ ഇത് എന്ന് നമ്മൾ വിചാരിക്കും. ചിലപ്പോൾ ഈ ആറ്റിറ്റ്യൂഡൊക്കെ ഒരു മാസം ആകുമ്പോഴായിരിക്കും ചിലർക്ക് വരുന്നത്. ലൈക്ക് ആദ്യത്തെ 1 month സോ സ്വീറ്റ്, സോ ഗുഡ് ടു ബി ട്രൂ എന്ന് പറയുന്ന സാധനമില്ലേ, അങ്ങനെ നമുക്ക് തോന്നും. അത് കഴിഞ്ഞിട്ട് നമ്മൾ വിചാരിക്കും, ഞാൻ അന്ന് കണ്ട ആൾ തന്നെയാണോ ഇത്, ഇന്നലെ ഇങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞത്. അപ്പോൾ ആദ്യത്തെ കുറേ ഫേസിൽ ഭയങ്കരമായിട്ടുള്ള പ്രോമിസസ്, ഐ ഡു ദാറ്റ് ഫോർ യു, ഐ ഡു ദിസ് ഫോർ യു, ആൻഡ് ഐ കനോട്ട് ഇമാജിൻ എ ഫ്യൂച്ചർ വിതൗട്ട് യു, നീയില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, അതാണ് ഇതാണ്, ആൻഡ് ഐ ഹാവ് മാനിഫെസ്റ്റഡ് എ ഫ്യൂച്ചർ വിത്ത് യു, പിന്നെ കിഡ്സ്, ബ്ലാ ബ്ലാ ബ്ലാ, പല കാര്യങ്ങളും അങ്ങനെ ഓരോന്ന് പറയും. അപ്പം ചില മണ്ടര് അത് വിശ്വസിക്കും, അത് സത്യമാണെന്ന് വിചാരിക്കും, കാരണം അങ്ങനെ നമ്മളെ വിശ്വസിപ്പിക്കും എന്നതാണ് ഫാക്റ്റ്. അപ്പം നമ്മളതിൽ പെട്ടുപോകും ചില ആളുകൾ. ആൻഡ് ഇതൊക്കെ കഴിയുമ്പോഴത്തേക്കും കുറേ കഴിയുമ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു ഒന്നുപോലും ഇവർക്ക് ഓർമ്മയില്ല, ഇവരെന്തൊക്കെയോ തോന്നിയത് പറഞ്ഞു. അപ്പം വാട്ട് മൈ അഡ്വൈസ് ഈസ്, പല ആൾക്കാരും പലതും പറയും, ഡു നോട്ട് ട്രസ്റ്റ് വേർഡ്സ്, ബിലീവ് ഇൻ ആക്ഷൻസ് റാദർ ദാൻ വേർഡ്സ്. കാരണം പീപ്പിൾ വിൽ സേ ലോഡ് ഓഫ് തിങ്സ് ആൻഡ് they don't even mean half of what they say. ചില ആളുകൾക്ക് അവരെന്താ പറഞ്ഞതെന്ന് പോലും അറിയില്ല, അവരെന്തൊക്കെയോ സബ് കോൺഷ്യസ് മൈൻഡിൽ പറഞ്ഞിട്ട് പോകുന്നതായിരിക്കും. അല്ല, ശരിക്കും അവർ തന്നെയാണോ പറഞ്ഞതെന്ന് പോലും നമുക്ക് ഉറപ്പില്ലല്ലോ, വേറെ ആരെങ്കിലും ആണ് ഇനി പറഞ്ഞത്. ലൈക്ക്
സം പീപ്പിൾ ഡോണ്ട് ഈവൻ നോ വാട്ട് ദേ സെഡ്. അവരിങ്ങനെ പറഞ്ഞോന്ന് പോലും അവർക്കറിയില്ല. കുറേ കഴിയുമ്പോൾ അവരങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്നുള്ള രീതിയിൽ അവർ ബിഹേവ് ചെയ്യും. അപ്പം ഇതൊക്കെയാണ് ഇങ്ങനെയുള്ള ആളുകളുടെ റെഡ് ഫ്ലാഗ്സ് എന്ന് പറയുന്നത്. ഇത് പോകെ ആയിരിക്കും നമുക്ക് മനസ്സിലാവുന്നത്. അപ്പം ബിഫോർ ഗെറ്റിംഗ് ടു മച്ച് ഇൻവോൾവ് നമ്മൾ ഇതൊക്കെ നോക്കണം, എന്നിട്ട് വേണം. കാരണം ആദ്യത്തെ ഒരാഴ്ച കൊണ്ടൊക്കെ ചിലർ പറയും വി ആർ ഗുഡ്, എനിക്ക് ഓക്കെ ആണെന്നാണ് തോന്നുന്നതെന്ന്. ആൻഡ് ഇങ്ങനെയുള്ള ആളുകൾ നമ്മളെ കൊണ്ട് അത് തന്നെ പറയിപ്പിക്കും. ആർ വി ഗുഡ് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മൾ അല്ല എന്നുള്ള രീതിയിൽ പറയുമ്പോഴത്തേക്കും ദെൽ ബി ലൈക്ക് ഒന്നുമില്ല, തനിക്ക് തോന്നുകയാണ്, താൻ ഓവർ തിങ്ക് ചെയ്യുന്നതാണ് എന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾ വിചാരിക്കും എന്നാൽ പിന്നെ ശരിയായിരിക്കും, വി ആർ ഗുഡ് എന്ന്. അപ്പോൾ അങ്ങനെ കുറേ നാളിങ്ങനെ പോകും. അപ്പം ബിഫോർ ഗെറ്റിംഗ് ടു മച്ച് ഇൻവോൾവ് സ്വന്തമായിട്ട് ചിന്തിച്ച് തുടങ്ങുക, ഇഫ് ദിസ് ഈസ് റൈറ്റ്, ഇഫ് ദിസ് ഈസ് ഗോയിങ് ഇൻ ദ റൈറ്റ് പാത്ത്. കാരണം കുറേ കഴിയുമ്പോഴത്തേക്കും ആഫ്റ്റർ ഗെറ്റിംഗ് സോ മച്ച് ഇൻവോൾവ് നമ്മൾ ഹേർട്ടാവുന്ന ആ ഒരു പെയിൻ എന്ന് പറയുന്നത് കുറച്ച് കൂടുതലായിരിക്കും. സോ ഇതൊക്കെയാണ് ഈ നാർസിസിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരുടെ റെഡ് ഫ്ലാഗ്സ് എന്ന് പറയുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള സിൻഡ്രോംസ് കാണിക്കുന്ന എല്ലാവരും തെറ്റാണ് എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഒരു ഡൗട്ട്ഫുൾ ആയിട്ടുള്ള രീതിയിൽ ബിഹേവ് ചെയ്യുന്നതായിരിക്കും നല്ലത്. നമുക്ക് ആ ഒരു ഷ്യൂറിറ്റി വരണമെങ്കിൽ കുറേ അങ്ങ് പോയി കഴിഞ്ഞിട്ട് മതി എന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ ആഫ്റ്റർ ഗോയിങ് ത്രൂ എ ലോഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇൻ കോറ എനിക്ക് മനസ്സിലായത് ഒരുപാട് പേര് ഇന്നത്തെ കാലത്ത് ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. കാരണം ഇന്നത്തെ കാലത്ത് സിംഗിളായിട്ടിരിക്കുന്ന ആളുകൾക്ക് ഒരു സീരിയസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ പോകുന്ന ഒരു പാർട്ട്ണറെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഭയങ്കര പ്രശ്നമുള്ള കാര്യമാണ്. ആൻഡ് നമ്മൾ കാണുന്ന ആൾക്കാർ ഭയങ്കര ആദ്യം ഈ ഫിസിക്കൽ അപ്പിയറൻസ് കുറച്ചൊക്കെ നോക്കുന്ന ആൾക്കാരായിരിക്കും മിക്കവരും. പക്ഷേ അങ്ങനെ നോക്കാത്ത ആൾക്കാരുണ്ട്. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കഴിയുമ്പോഴത്തേക്കും ഇവരുടെ ക്യാരക്ടർ നമ്മുടെ മുന്നിൽ അപ്പിയർ ചെയ്യുന്ന രീതിയിലൊന്നും ആയിരിക്കില്ല ഇവർ ശരിക്കും. അപ്പോൾ അത് നമുക്ക് കണ്ടുപിടിക്കാനൊന്നും പറ്റില്ല എന്നുള്ളതാണ് ഫാക്റ്റ്. അപ്പം ആദ്യമേ എല്ലാം വിശ്വസിക്കാതെ എല്ലാം ഒരു ഡൗട്ട്ഫുൾ ആയിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത്. ബിക്കോസ് നമ്മളുടെ അടുത്ത് അവരെന്ത് കാണിക്കണമെന്ന് വിചാരിക്കുന്നുവോ അത് മാത്രമേ അവർ കാണിക്കുകയുള്ളൂ. സംടൈംസ് പീപ്പിൾ വിൽ തിങ്ക് ലൈക്ക് ഇവരെല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട് ആൻഡ് ദർ ഈസ് നത്തിങ് ലെഫ്റ്റ്, എല്ലാം ഷെയർ ചെയ്തിട്ടുണ്ട്, ഇത്രയും പാവം മനുഷ്യനാണെന്നൊക്കെ വിചാരിക്കും. പക്ഷെ അവർ അങ്ങനെ നമ്മളെ വിശ്വസിപ്പിക്കുന്നതായിരിക്കും. ആൻഡ് അവർക്ക് വേണ്ടത് മാത്രമേ നമ്മളെ കാണിക്കുന്നുണ്ടാവുള്ളൂ. അതിപ്പം ലൈഫ് ലോങ് ഇരുന്നാലും അവർക്ക് മറച്ചു വെക്കാനുള്ള എന്തെങ്കിലും സാധനമാണെങ്കിൽ അവർക്ക് മറച്ചു വെക്കാം. ബട്ട് സ്റ്റിൽ ഓക്കെ ഐ എം സോ ഷുവർ അബൌട്ട് ദിസ് എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും യു ഹാവ് ടു ബി അത്രയും ഷുവർ. അല്ലെങ്കിൽ റിസ്ക് എടുക്കുന്നത് ഇന്നത്തെ കാലത്ത് ഭയങ്കര റിസ്ക് ഉള്ള പരിപാടിയാണിത്. സോ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നല്ലേ പറയുന്നത്. അപ്പം ഒരു പ്രിക്കോഷനൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ ചിന്തിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ലെസ് പ്രശ്നംസ് ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ ഐ തോട്ട് ഐ ജസ്റ്റ് ഡു എ വീഡിയോ ഓൺ ദിസ്, ഷെയറിങ് ഓൾ ദി എക്സ്പീരിയൻസസ് ഫ്രം മൈസെൽഫ് ആൻഡ് ദി പീപ്പിൾ അറൗണ്ട്. അപ്പം ഈ പറഞ്ഞതൊക്കെ ഞാനോ അല്ലെങ്കിൽ ആരൊക്കെയോ ഈ ലോകത്ത് അനുഭവിക്കുന്ന കുറേ പ്രശ്നങ്ങളൊക്കെയാണ്. സോ ബി കെയർഫുൾ ആൻഡ് ബി പ്രൊട്ടക്റ്റീവ് ഓഫ് യുവർ സെൽഫ്. Thank you so much for watching. Bye.